പ്രിയമുള്ളവരെ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചുങ്കത്തറ പഞ്ചായത്തിലെ എരുമമുണ്ട പ്രദേശത്തെ ഒരു പള്ളി പുനർനിർമ്മാണത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. എൻ്റെ തൊട്ടടുത്ത പ്രദേശമായ ഈ മഹലിൽ 150 വീടുകളാണ് ഉള്ളത്. സാമ്പത്തികമായി വളരെ അധികം പിന്നോക്കം നിൽക്കുന്ന നാടും കൂടിയാണ്. 150 കുടുംബങ്ങളിൽ 130ഓളം കുടുംബങ്ങളും വളരെ പാവപ്പെട്ട, ഒരു ദിവസം കൂലിവേല ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. ഈ പ്രദേശത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഒരു യത്തീംഖാനയും സ്ഥിതി ചെയ്യുന്നു. ഈ മസ്ജിദിൽ സാധാരണ നിസ്കരിക്കാൻ തന്നെ 200-ൽ പരം ആളുകളാണ് ഉണ്ടാകാറ്. എന്നാൽ വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ പ്രത്യേകതയുള്ള ദിവസങ്ങൾ, പെരുന്നാൾ അടക്കമുള്ള ദിവസങ്ങളിൽ സ്കൂൾ കുട്ടികൾ അടക്കമുള്ള ആളുകൾ പള്ളിയിലേക്ക് വരുമ്പോൾ 700-ൽ കൂടുതൽ ആളുകൾ ജുമ നമസ്കരിക്കാൻ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇവിടെ ആദ്യകാലങ്ങളിൽ ഒരു ചെറിയ മസ്ജിദ് ഉണ്ടായിരുന്നു. സ്ഥലത്തിന്റെ പരിമിതി കാരണം ആ ചെറിയ മസ്ജിദ് പൊളിച്ച് സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കമ്മിറ്റി കൂടി ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾ ഈ പ്രദേശത്ത് 150ഓളം കുടുംബങ്ങൾ പരമാവധി സ്വന്തമായി സാമ്പത്തികം സ്വരൂപിച്ചാണ് പണി തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുടെ പരമാവധി ചെലവഴിച്ചിട്ടും ഈ മസ്ജിദിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സ്ഥിതിയിൽ നിൽക്കുകയാണ്. ഇനിയൊരു 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാൽ മാത്രമേ മസ്ജിദിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മഹലിൽ നിന്നും തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നും കിട്ടാവുന്നതിലധികം ഞങ്ങൾ സ്വരൂപിച്ചു. ഇനി അവരുടെ മുന്നിൽ കൈനീട്ടാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഈ റംസാനിൽ ഇതിന്റെ പണി പൂർത്തീകരിച്ച് നിസ്കാരം ഇതിൽ തുടങ്ങണം എന്നായിരുന്നു ഉദ്ദേശം. അതിന് കഴിഞ്ഞില്ല. അടുത്ത റംസാനിലെങ്കിലും ഇതിന്റെ പണി പൂർത്തീകരിക്കണം. അതിന് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒരു 10 രൂപയെങ്കിലും ഞങ്ങൾക്ക് തന്ന് നിങ്ങൾ സഹായിക്കുമോ? ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങൾ ഉണ്ടാവും. മരണപ്പെട്ടാലും കൂലി കിട്ടുന്ന ഒരു ജാരിയായ സ്വതക്കയാണ് പള്ളി നിർമ്മാണത്തിൽ പങ്കാളികളാവുക എന്നുള്ളത്. അതുകൊണ്ട് ഈ റംസാനിനെ മുൻനിർത്തി നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നു, 10 രൂപയെങ്കിലും തന്ന് ഞങ്ങളെ സഹായിക്കുമോ? ഇനി നിങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു 10 പേർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുമോ? നമ്മുടെ മൊബൈൽ ഒരു മാസം റീചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് 300 രൂപയെങ്കിലും വേണം. അതിൻ്റെ പകുതിയെങ്കിലും ഇതിലോട്ട് സംഭാവന നൽകി ഞങ്ങളെ സഹായിക്കണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഈ പള്ളിപ്പണി പൂർത്തീകരിക്കാൻ സഹായിച്ച മുഴുവൻ ആളുകൾക്കും എല്ലാ ദിവസങ്ങളിലും, അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഈ പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥന ഉണ്ടാവും. ഈ റമളാൻ മാസം നിങ്ങൾ ഈയൊരു വീഡിയോ തട്ടിമാറ്റല്ലേ. അൽ ബിലാൽ സുന്നി ജുമാ മസ്ജിദ് പുനർനിർമ്മാണത്തിന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു തരണമെന്ന് ഒരിക്കൽ കൂടി ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.